കുഞ്ഞുട്ടന്റെ കഥ തുടരുന്നു. ചാക്കു നിറയെ മണലുമായി പോകുന്ന ചുമട്ടുകാരനോട് അവൻ പണം ചോദിച്ചു. ചാക്കു ചുമന്നു വീട്ടിലെത്തിച്ചാൽ പണം തരാമെന്നായി അയാൾ. അതും അവൻ നിരസിച്ചു. തെരുവു ശുചീകരണക്കാരൻ, പഴം വിൽപ്പനക്കാരൻ, മരപ്പണിക്കാരൻ, കൽപ്പണിക്കാരൻ, അലക്കുകാരൻ, ചുരകൻ, നീതിപാലകൻ, ന്യായാധിപൻ തുടങ്ങിയ പലരും ആ വഴി വന്നു. നാണമില്ലാതെ അവരുടെ എല്ലാം മുന്നിൽ അവൻ കൈനീട്ടി. പണിയെടുത്താലേ കൂലി തരൂ എന്നവരെല്ലാം കട്ടായം പറഞ്ഞു. ഇരുന്നു തിന്നാൻ കച്ചകെട്ടിയ അവനെ അവരെല്ലാം കണക്കിന് കളിയാക്കി. അതൊന്നും അവൻ്റെ മനസ്സ് മാറ്റിയില്ല. കുറച്ചു കഴിഞ്ഞതും ഐശ്വര്യവതിയായ ഒരു സ്ത്രീ അതിലെ വന്നു. അവർ വെള്ളം നിറച്ച 2 കുടവുമായാണ് വന്നത്. അവരോട് വെള്ളം ചോദിച്ചാൽ കുടം ചുമക്കാണമെന്ന് വ്യവസ്ഥ വെക്കുമെന്നും അവൻ ഉറപ്പുണ്ടായിരുന്നു. പോയാലൊരു വാക്കല്ലേ എന്ന് കരുതി അവൻ അവരെ സമീപിച്ചു ചോദിച്ചു, ചേച്ചി, വല്ലാതെ ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുമോ? അവൻ 2 കുടവും താഴെ വെച്ച് അവനെ ആകെയൊന്നു നോക്കി. പിന്നെ യാതൊന്നും പറയാതെ കുടത്തിൽ നിന്നും വെള്ളം പകർന്ന് അവന് കൊടുത്തു. തണുത്ത വെള്ളം കുടിച്ചപ്പോൾ അവന് എന്തെന്നില്ലാത്ത ഉന്മേഷം തോന്നി. നിനക്ക് വിശക്കുന്നുണ്ടോ? അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ചോദ്യം വന്നു. അല്പം മടിയോടെ അവൻ തലയാട്ടി. അവർ മടിയിൽ നിന്നും പൊതിയെടുത്തു അവന് നീട്ടി. അതിൽ പഴങ്ങളും വേവിച്ച ഇറച്ചിയുമായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നതിൽ അവനത് ആവോളം തിന്നു. എന്നാ ഞാൻ പോട്ടെ മോനെ? അവരവനോട് യാത്ര ചോദിച്ചു. അപ്പോൾ അവൻ്റെ മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. ഒരു പണിയും ചെയ്യാതെ അവരോട് ഭക്ഷണവും വെള്ളവും വാങ്ങിക്കഴിച്ചതിൽ അവന് കുറച്ചിലുണ്ടായി. അവൻ ആ സ്ത്രീയുടെ നീർക്കുടങ്ങൾ 2 എടുത്തു പറഞ്ഞു, ചേച്ചി നടന്നോളൂ, വെള്ളം ഞാൻ എടുക്കാം. അവർ അത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല. അവർ നടന്ന് ഒരു കൊച്ചു വീടിന് മുന്നിലെത്തി. അവരവനെ അകത്തേക്ക് ക്ഷണിച്ചു. വിരിച്ചിട്ട പുൽപ്പായിൽ അവർ മുഖാമുഖം ഇരുന്നു. അവൻ്റെ മുഖത്ത് നോക്കി അവർ ചോദിച്ചു, എന്നാലും മോൻ എന്നെ മനസ്സിലായില്ലല്ലോ, കഷ്ടം. അവൻ ആ മുഖത്തേക്കും തന്നെ നോക്കിയിരുന്നു. നീലമുടി, ആകർഷകമായ കണ്ണ്, പാൽ വെളിച്ചം, തൻ്റെ സ്വന്തം മാലാഖം. അവന് അത്ഭുതം അടക്കാനായില്ല. ചാടി എണീറ്റ് അവരെ കെട്ടിപ്പിടിച്ചവൻ സന്തോഷത്തോടെ വിളിച്ചു, എൻ്റെ മാലാഖമ്മേ. മറുപടിയായി മാലാഖ അവൻ ഒരു പൊന്നുമ്മ കൊടുത്തു. കുഞ്ഞൂട്ടനും കൂറ്റൻ തിമ്മീങ്കലവും. അത്രമേൽ അപ്രതീക്ഷിതമായിരുന്നല്ലോ ആ കുഞ്ഞൂട്ടനും നീലമുടിക്കാരിയും മാലാഖയുമായുമുള്ള ആ പുനഃസംഗമം.